1.25 ലക്ഷത്തോളം നബിമാര് വന്നതെന്തിനാ അള്ള പറയാണ്. എന്താ അള്ള വന്നറിയോ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, അഥവാ ഒരു റസൂലും വന്നിട്ടില്ല എന്നല്ല, ഏതൊക്കെ റസൂൽ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ദൗത്യം എന്താണെന്നറിയോ? അവന് അള്ളാഹുവിന് ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്ന ആ റസൂലിന് വഹി നൽകിക്കൊണ്ടല്ലാതെ നബിമാര് മുഴുവനും വന്നിട്ട് ലോകരോട് പറഞ്ഞു പോയ വിഷയം അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്, അവന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും ഇബാദത്ത് പാടില്ല, അള്ളാഹുവിൽ ഒരാളെയും പങ്കുചേർത്തുകൂടാ. എത്രത്തോളം അറിയോ? 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിന്റെ 35-ാമത്തെ ആയത്തിൽ കാണാം, വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഏകനും എല്ലാം ജയിച്ചടക്കുന്നവരുമായ അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഏകനായ അല്ലാഹുവല്ലാതെ ഒരു ഇബാദത്തിന് അർഹനായി ഒരാളും തന്നെ ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പേർത്തും പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നബിമാര് മുഴുവനും വന്നത് അതിനാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ്, ജീവിതത്തിന്റെ താല്പര്യവും അതാണ്.